ഇപ്പോൾ വിഴിഞ്ഞത്ത് തുറമുഖം ഓപ്പൺ ആയില്ലേ? അത് തിരുവനന്തപുരം റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വർഷം പകുതിയായില്ലേ? അപ്പോഴേക്കും 2000-നടുത്ത് അപ്പാർട്ട്മെന്റുകളുടെ രജിസ്ട്രേഷനുമായി കേരളത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം. ഇനി നമ്മുടെ റെറയുടെ കണക്കനുസരിച്ച് ജനുവരി 1 മുതൽ ജൂൺ 30 വരെ 1946 അപ്പാർട്ട്മെന്റ്സ് ആണ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം എറണാകുളത്ത് 1285-ഉം കാലിക്കറ്റ് 617 യൂണിറ്റുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ട ഒട്ടുമിക്ക ചേരുവകളും ഒത്തിണങ്ങി വന്നിരിക്കുന്നു എന്നതാണ് നിക്ഷേപകരെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ഫോർ എക്സാമ്പിൾ, വിഴിഞ്ഞം തുറമുഖം, ഔട്ടർ റിംഗ് റോഡ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന വികസന പദ്ധതികൾ, കൂടാതെ ആരോഗ്യ വിനോദ മേഖലകൾ, ഷോപ്പിംഗ് മാളുകൾ. ഇനി IT മേഖലയിലെ സ്വകാര്യ നിക്ഷേപങ്ങളും ബിസിനസിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും തിരുവനന്തപുരത്തിന്റെ പങ്ക് വേറെ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്തെ പാർപ്പിട നിർമ്മാണ മേഖലയിൽ ഉണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ശരി, ഇനി തലസ്ഥാനത്ത് കാണാം.